ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് ഉരുളിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് മുട്ട വേവിക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഈ ഗ്രൂപ്പിൽ പെടാത്തതെന്ന് പറഞ്ഞ പോലെ ഒരു മുട്ട മാത്രം വൈറ്റ് കളറാട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മുട്ടയാണ്. ബാക്കി ഇവിടെ കോഴിയിട്ട മുട്ടയാട്ടോ. അപ്പോൾ അതൊക്കെ മുട്ട വേവായിട്ടുണ്ട്. പിന്നെ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് വാടി വരുമ്പോൾ പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ട് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി നന്നായി ഉടയണ വരെ മൂടി വെച്ച് വേവിച്ചെടുക്കും കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച മുട്ടയിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ മുട്ടക്കറിയൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഉരുളയാക്കി വെച്ചിട്ടുള്ള മാവൊക്കെ മോളെനിക്ക് ചപ്പാത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളാണ് അതൊക്കെ പരത്തി വെച്ചത്. അപ്പോൾ അവളുടെ ജോലി കഴിച്ചിട്ട് അവളും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വേറെയും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകാനൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഇവൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് പോയി. ഇനി അത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചപ്പാത്തി ചുട്ട് മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ആട്ടോ രാവിലെ തന്നെ. ഇപ്പോൾ ഈ സ്കൂള് അടച്ചേക്കണോണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോണത് അറിയണേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കും രാവിലെ തന്നെ എണീറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് കുറച്ച് മടിയുണ്ട്. അല്ലെങ്കിൽ ഇവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് 8 മണിക്ക് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണമല്ലോ. ഇപ്പോൾ വളരെ ടൈം എടുത്ത് ആലോചിച്ചിട്ടൊക്കെ നിന്നിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ തന്നെ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഉച്ചയായ പോലെ തോന്നും കേട്ടോ. പെട്ടെന്ന് തന്നെ പിന്നെ ചോറും കറികളും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നേരം നന്നായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പ്ലാനിങ് ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നും ചെയ്യാറില്ല. മറ്റത് നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ രാവിലെ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ കറി ഉണ്ടാക്കേണ്ടതെന്നൊക്കെ രാത്രി തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ, സ്കൂളൊക്കെ ക്ലാസ്സൊക്കെ ഉള്ള ദിവസങ്ങളിൽ. അപ്പോൾ നമുക്ക് ജോലി വേഗം തീരുകയും ചെയ്യും. ഇപ്പോൾ ഒന്നും നമ്മൾ ചിന്തിക്കാതെ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു തിരുവാതിര കളിക്കലാണ്. പെട്ടെന്നൊന്നും അതുകൊണ്ട് ആവണില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കേണ്ടത് ഇതൊക്കെ മാറ്റിയെടുക്കണം, ഇങ്ങനെയായേ പറ്റില്ല. 2 മാസം കൊണ്ട് നല്ല മടിച്ചായി പോകും. അപ്പോൾ അതൊക്കെ മാറ്റണം, വീണ്ടും പഴയ പോലെ ആക്കണം എന്നൊക്കെ വിചാരിക്കട്ടെ. ഇവിടെ കുറച്ചേരം കഴിയുമ്പോൾ വീണ്ടും മടി വരും. നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് ഈസി ആയിട്ട് നമ്മൾ ആ സമയമാകുമ്പോഴത്തേനും എല്ലാം ചെയ്യുമല്ലോ. നമുക്ക് അത്യാവശ്യം ഇല്ലയെന്ന് നമ്മുടെ മൈൻഡിന് അറിയാം. അപ്പോൾ അത് നമ്മളെ വീണ്ടും തളർത്തി കളയും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യക്കാരാണെങ്കിൽ നമുക്കതൊന്നും ഒരു വിഷയമല്ല. അതിന് മുമ്പ് എല്ലാം നമ്മുടെ ജോലികളും കഴിച്ചു വയ്ക്കും. അപ്പോൾ വെക്കേഷനായപ്പോൾ മടി പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായി. അപ്പോൾ മക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അത് കഴുകി അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അങ്ങനെ അതൊക്കെ കഴുകി കൊടുത്തിട്ട് ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായി. അത് ക്ലീൻ ആക്കാനായിട്ട് പോയി. അപ്പോൾ ഈ മീനിന് ഇവിടെ പറയുന്നത് പാമുള്ളൻ എന്നാട്ടോ, വലിയ ടൈപ്പ് മുള്ളൻ അതാണ്. അപ്പോൾ അത് കറി വയ്ക്കാനായിട്ട് തല മാത്രം എടുത്തിട്ട് വെറുതെ തിളപ്പിക്കണുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ ചക്കക്കുരു ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ മുറ്റത്ത് നമ്മുടെ മൈസൂർ ചീര ഉണ്ടായി, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞ് അതൊന്ന് ചക്കക്കുരു ഇട്ടിട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചീരയൊക്കെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോളാണ് കേട്ടോ അരിഞ്ഞ് തന്നത്. പിന്നെ അത് ഞാൻ തോരനാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ അല്ലെങ്കിലും നമുക്ക് സമയം പെട്ടെന്ന് പോവുകയാണല്ലേ. ആദ്യം പഴയ പോലെയല്ലേ ഇപ്പോൾ സമയം കണ്ണടിച്ച് തുറക്കും മുമ്പ് തന്നെ വൈകുന്നേരം ആവും പോലെ തോന്നുകയാണ്. ആഴ്ചകളും മാസങ്ങളൊക്കെ പെട്ടെന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒട്ടും നമുക്ക് സമയം തികയാത്ത പോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും. അത് നമ്മുടെ മടിയുടെ മാത്രമല്ല എന്ന് എനിക്ക് തോന്നണത്, സമയത്തിനും ഭയങ്കര സ്പീഡാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെയാണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അത് എനിക്ക് മാത്രമാണോ എന്ന്. ചില ദിവസം നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിരിക്കും, കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് കഴിയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. എന്നാൽ ചില സമയത്ത് ഇന്നത് ചെയ്യണം എന്നിങ്ങനെ കുറേ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും, ഒന്നും നടന്നിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര വിഷമമാട്ടോ, അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഒരു ഹാങ് ഓവർ പോലെയാണ്. അങ്ങനത്തെയൊക്കെ അവസ്ഥകളിലൂടെ ആട്ടോ ഇപ്പോഴത്തെ എൻ്റെ സഞ്ചാരം.
അങ്ങനെ ഉച്ചയ്ക്കത്തെ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിഞ്ഞു, മക്കളും ഞങ്ങളെല്ലാവരും ഊണൊക്കെ കഴിച്ചു, റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ ഇട്ടതാണ്. അപ്പോൾ ചൂടാണല്ലോ, ലൈറ്റായിട്ടുള്ള ചായയൊക്കെയാണ് ഇട്ടത്. പിന്നെ കപ്പ വറുത്തതുണ്ടായി, എന്നാൽ അത് എടുത്ത് അതും വെച്ചിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാമല്ലോ. അങ്ങനെ ഇന്നത്തെ കഥകളും വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാട്ടോ. അപ്പോൾ എല്ലാവർക്കും വെക്കേഷനായിട്ട് ഇങ്ങനെ എന്നെപ്പോലെ മടിയുണ്ടോ, അതല്ല സമയം നിങ്ങൾക്ക് കൂടുതലാണോ കുറവാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.